ഉണ്ടാകട്ടെ. ഞാൻ റെനീറ്റ ഐസക്, പൂമല സെന്റ് ജോൺ CSI ചർച്ചിലെ സഭാംഗമാണ്. ജേണി ത്രൂസിന്റെ 104 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 65 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഈ സങ്കീർത്തനം നമ്മോട് പറയുന്നത് എന്തെന്നാൽ, ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കും. ദാവീദ് ഒരു മഹാനായ പടയാളിയായിരുന്നു. എന്നാൽ ദാവീദ് ഒരു സംഗീതജ്ഞാനിയും ഒരു വിശുദ്ധനുമായിരുന്നു. പ്രശ്നങ്ങളും പ്രയാസങ്ങളും അപകടങ്ങളും ഉണ്ടെങ്കിലും അവന് ദൈവത്തെ സ്തുതിപ്പാൻ സാധ്യമായിരുന്നു. ദാവീദ് തുടരുകയാണ്, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ചിലർ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ, അവർ യഥാർത്ഥത്തിൽ സ്തുതിക്കുകയില്ല. എന്നാൽ സ്തുതിയും പ്രാർത്ഥനയും ഒരുമിച്ച് പോകണം. പ്രാർത്ഥന എന്നാൽ ദൈവത്തോട് അടുത്ത് വരിക, നമ്മുടെ ആവശ്യങ്ങൾ പറയുക എന്നതാണ്. ദാവീദ് പറയുന്നു, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ദൈവത്തെ അറിയുന്ന ലോകത്തിൽ എവിടെ വെച്ചും ഏത് സമയത്തും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ ജനങ്ങൾക്കെല്ലാം ദൈവത്തിന്റെ അടുക്കിലേക്ക് വരാം. എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം കൂടുതൽ പ്രാർത്ഥിക്കും തോറും ദൈവത്തെ സ്തുതിപ്പാനായി കൂടുതൽ മറുപടികൾ നമുക്ക് ലഭിക്കും. ചിലപ്പോൾ പാപം നമ്മുടെ വഴിയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം പറയുന്നത്, എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. നാം ദൈവത്തെ എത്ര കൂടുതൽ സ്നേഹിക്കുന്നുവോ അത്രയ്ക്ക് നാം എത്ര വലിയ ആവശ്യക്കാരനെന്നും എത്ര ശക്തരെന്നും നമ്മെ തന്നെ കാണുവാൻ സാധിക്കും. നാം ദൈവസന്നിധിയിൽ വരുന്നത് ശുദ്ധീകരണം പ്രാപിപ്പാനും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുവാനുമാണ്. നിന്റെ പ്രകാരങ്ങൾ പാർക്കേണ്ടതിനും നീ തിരഞ്ഞെടുത്ത അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിൽ നന്മ കൊണ്ട് തൃപ്തരാകും. ഈ അനുഭവമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം അവനെ സമീപിക്കുക, അവന്റെ കൂടെ വസിക്കുക, അവനിൽ തൃപ്തരാകുക. നാം എങ്ങനെ ഇത് ചെയ്യും? പ്രാർത്ഥന, സ്തുതി, നമ്മെ തന്നെ ശുദ്ധീകരിക്കുക എന്നിവ മൂലം. അപ്പോൾ നാം അവനിലേക്ക് അടുത്തു വരും, അവൻ നമ്മിലേക്കും അടുത്തു വരും. നമുക്കൊരു നിമിഷം കണ്ണടച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ പൊറുക്കുന്നതിനു വേണ്ടിയും നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് ദൈവവുമായി ഒരടുത്ത ബന്ധമുണ്ടോ? നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന പാപം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെ ഏറ്റുപറയാം. നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് ഞങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ആപത്തുകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഇന്നീ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.